സത്യങ്ങൾ മാത്രം പ്രസിദ്ധീകരിക്കുന്ന ദേശാഭിമാനി പത്രത്തിൽ 2001 വന്ന വാർത്ത ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് 2000 രൂപയാണ്. ശേഷം വന്ന ക്യാപ്സ്യൂളുകളിൽ പ്രധാനമായി പറയുന്നത് ആദ്യമായി ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നത് നായനാരുടെ കാലത്താണ് എന്നും 45 രൂപയായിരുന്നു അന്നത്തെ പെൻഷൻ എന്നുമാണ്. എന്നാൽ സത്യത്തിൽ 1960 പട്ടം നാണുപിള്ള മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ധനകാര്യമന്ത്രിയായ ആർ ശങ്കർ ആയിരുന്നു ആദ്യമായി വാർദ്ധക്യകാല പെൻഷൻ കൊണ്ടുവന്നത്. അന്ന് 15 രൂപയായിരുന്നു പെൻഷൻ. തുടർന്ന് വന്ന 1963 വിധവാ പെൻഷനും ആർ ശങ്കർ തന്നെയാണ് കൊണ്ടുവന്നത്. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും ജനിച്ചു വളർന്ന് വളരെ വെല്ലുവിളികൾ നേരിട്ട് മുഖ്യമന്ത്രി പദവി വരെ അലങ്കരിച്ച ആർ ശങ്കറിനെ ജാതിവാലില്ലാത്തത് കൊണ്ടാണോ മൊണ്ണസഖാക്കളെ നിങ്ങൾ അംഗീകരിക്കാത്തത്?